ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പം ഇന്ന് നമ്മൾ പട്ടാമ്പി വരെ ഒന്ന് പോവാണ് കേട്ടോ. അവിടെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു 7:30 ആകുമ്പോഴാണ് ഇറങ്ങിയത്. ഒരു നൈറ്റ് ഡ്രൈവ് പോലെ ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം ഡോക്ടറെ കാണാനാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കുറച്ച് നേരം പോസ്റ്റായി. ഡോക്ടർ കുറച്ച് ഫോണിലൊക്കെ ബിസി ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ പോസ്റ്റായിട്ട് ഇരിക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ ഇഹ ഉള്ളതുകൊണ്ട് ബോറൊന്നും അടിക്കില്ല. എങ്ങനെയാലും ആളെങ്ങനെയാലും നല്ല വർത്താനവും കളിയും ചിരിയൊക്കെ ആയിരുന്നു. എന്തൊക്കെയൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാവണമെങ്കിലും കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെ പിന്നെ ഡോക്ടറെ കണ്ടൊക്കെ ഇറങ്ങി. പിന്നെ അവിടുന്ന് മെഡിസിനൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ നേരെ നെസ്റ്റോയ്ക്കാണ് വിട്ടത്. അപ്പോൾ എന്തായാലും പെരുന്നാളിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നെസ്റ്റോയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ തിരക്ക് കാണുന്നത്. ഞങ്ങൾ വരുമ്പോഴൊന്നും ഇത്രയ്ക്ക് തിരക്കൊന്നും ഉണ്ടാവാറില്ലായിരുന്നു സാധാരണ. എന്തായാലും പെരുന്നാൾ പ്രമാണിച്ചിട്ടുള്ള തിരക്കാണ് തോന്നുന്നു. അപ്പോൾ എന്തായാലും വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാർക്കിംഗ് സെക്ഷനിൽ പോയിട്ട് പാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിലെത്തി കഴിഞ്ഞിട്ട് നേരെ കുട്ടികളുടെ പ്ലേ സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട് മുകളിൽ. അത് ഓപ്പണായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ എസ്കലേറ്ററിൽ കയറിയിട്ട് മുകളിലേക്ക് പോകട്ടോ. ഈ എസ്കലേറ്റർ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് 2 ഹരിഹർ നഗറിൽ മറ്റാൾ മറിഞ്ഞു വീണതാണ്. അതുകൊണ്ട് എനിക്ക് ആദ്യം അത് കാണുമ്പോൾ ഒന്ന് കയറുമ്പോൾ ഒരു ഇത്തിരി പേടിയുണ്ട് കേട്ടോ. അങ്ങനെയാണ് കയറുക. കുറേ വട്ടം കയറിയിട്ടുണ്ടെങ്കിലും പക്ഷെ അത് കാണുമ്പോൾ ഫസ്റ്റ് ഇമ്പ്രഷൻ അതാ വരിക. അങ്ങനെ പിന്നെ നമ്മൾ മുകളിലെത്തിയിട്ടോ. അപ്പോൾ അവിടെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയായാലും കുട്ടികളൊക്കെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എല്ലാവർക്കും ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയോണ്ടോ തോന്നുന്നു. നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. എന്തായാലും കുട്ടികളൊക്കെ ഭയങ്കര എൻഗേജ്ഡാണ് കേട്ടോ. എല്ലാവരും ഓരോരോ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കുറേ വെറൈറ്റി ഗെയിംസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും നല്ല കളിയിലാണ്. അപ്പോൾ ഇതും ഇങ്ങനെ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ കാർ റൈസിൻ്റെ ഒക്കെ സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുണ്ട്. ഇപ്പം തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്കും കളിക്കാനുള്ളതല്ലേ പറഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ ഇവന് ഇഷ്ടമായത് ഈ കുട്ടികൾ കിടന്ന് ചാടണതാട്ടോ. അതിൽ കുറേ നേരം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ആ കുട്ടികളെ നോക്കിയിട്ട്. ഇഹുവിനെ പിന്നെ ഒന്നിലും ഇരുത്തിയൊന്നുമില്ല കേട്ടോ. ആളെന്തായാലും ഇരിക്കില്ല. കരഞ്ഞിട്ട് നമ്മുടെ മേത്ത് തന്നെ കയറും. അപ്പോൾ പിന്നെ എന്തായാലും ഒന്നിലും കയറിയൊന്നുമില്ല കേട്ടോ. പിന്നെ എല്ലാ മുതിർന്ന ആൾക്കാരും ഈ സംഭവത്തിന് മുന്നിലാണിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ശരിക്കും പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ അടിക്കണ സംഭവത്തിന് മുന്നിൽ. അപ്പോൾ അവിടെയാണ് എല്ലാ വലിയ ആൾക്കാരുടെയും ഏറ്റവും വലിയ തിരക്ക് അവിടെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അടിക്കണ സംഭവത്തിന് മുകളിൽ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഏട്ടനൊരു മോഹം എന്തായാലും ഒന്ന് അടിച്ചു നോക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും അടിച്ചപ്പോൾ അതായില്ല. അതിൽ നമ്മൾ കാശ് ഇട്ട് കഴിഞ്ഞാലാണ് അതാവത്തുള്ളൂ. അല്ലാതെ അടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പോയോണ്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ കാശ് ഇടണം. അതുകൊണ്ട് പിന്നെ ഏട്ടാ അതൊക്കെ അടിച്ച് സന്തോഷവാനായിട്ട് പിന്നെ അതവിടെ വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ തിരിയണ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കറങ്ങണതൊക്കെ അപ്പുറത്തുണ്ട്. അപ്പോൾ ഇവൻ അതിലൊന്ന് എത്തിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ കുട്ടികളാണ് അതിൻ്റെ ഉള്ളിൽ. ഒന്ന് കഴിഞ്ഞ് അടുത്ത ആൾ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ട വെച്ചു. പിന്നെ വലിയവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫുട്ബോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കുറച്ച് പേര് അവിടെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ പടം കാണാൻ കയറിയാലോ എന്നൊക്കെ വിചാരിച്ചു തിയേറ്ററിലേക്ക്. പിന്നെ വേണ്ട വെച്ചു. ഇവന് ഫുഡും ഒന്നും കൈ പിടിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. അപ്പോൾ പിന്നെ എന്തായാലും റിസ്ക് എടുക്കണ്ട വെച്ചിട്ട് ഞങ്ങൾ എന്തായാലും താഴത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാമെന്ന് വിചാരിച്ചു. പർച്ചേസ് ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെ ഒന്ന് നോക്കി നടക്കുന്ന ഒരു രസമല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓഫേഴ്സൊക്കെ നിറയെ ഉള്ളതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ വന്നിട്ട് ഇങ്ങനെ വാങ്ങുന്നുണ്ട്. ഇത് പിന്നെ പെരുന്നാൾ സ്പെഷ്യൽ കുറേ സ്വീറ്റ് ഐറ്റംസൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്തായാലും അതിന്ന് പറഞ്ഞ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ കുറേ കണ്ടപ്പോൾ ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷനായി. പിന്നെ ഇതിൽ മിക്സഡ് സ്വീറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ എന്തായാലും അതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതെന്തായാലും എടുത്തു കേട്ടോ. പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും നട്ട്സിൻ്റെയൊക്കെ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം നോക്കി ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഏട്ടൻ എന്തൊക്കെയൊക്കെ ഇവനോട് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അത് നോക്കിയോട്ടാണ് ആളിങ്ങനെ ഇരിക്കണത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബില്ലിംഗ് സെക്ഷൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും നല്ല രീതിയിൽ തിരക്ക്. എല്ലാ കൗണ്ടറിലും നല്ല തിരക്കാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ആകെ ഒരു സാധനം ഉണ്ടായിരുന്നു ബില്ലടിക്കും ഇമാതിരി ക്യൂ നിൽക്കണം. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്തിട്ട് പിന്നെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാറിൻ്റെ അവിടെ എത്തിയിട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വെച്ചു. ഇവനൊക്കെ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ തന്നെ പോകാൻ വിചാരിച്ചു. അപ്പോൾ ദോശയൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനും കഴിക്കാമല്ലോ. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ ഓർഡറൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഒരു മസാല ദോശയാണ് പറഞ്ഞത്. ഞാൻ പിന്നെ സാധാ ദോശ പറഞ്ഞു. അപ്പോൾ ഇഹുവിനും കൊടുക്കാൻ വെച്ചിട്ട്. പിന്നെ ഇഹു കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട എന്നുള്ള ലെവലായി. അപ്പോൾ ഞാൻ അവിടെ കൂളറൊക്കെ ഉണ്ട്. അപ്പോൾ കൂളറൊക്കെ ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ട് ഓരോരോ പീസ് ഇങ്ങനെ വായിൽ വെച്ചൊക്കെ നോക്കുകയാണ്.
പിന്നെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്